ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യമനി റൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാലക്ചീര ചിക്കൻ കറിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് പാലക്ചീര നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. വെന്തതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി തണുത്തിട്ട് 2-3 കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും മല്ലിയില പുതിനയില ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. വെള്ളം ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി 10-12 അല്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉപ്പും കുരുമുളകും മാത്രം മിക്സ് ചെയ്തിട്ട് എല്ലില്ലാത്ത പീസ് കേട്ടോ, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. ഇനി അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പട്ട ഇല ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വെളുത്തുള്ളിയുടെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 എടുത്തിട്ടുള്ളത്, വലുതായിരുന്നു 2 ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി ഇതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ പാലക്ചീര പേസ്റ്റ് തയ്യാറാക്കിയില്ലേ, അതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടു പോകണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-2.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കാൻ വിട്ടു പോയതാണ്. ഇനി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പാലക്ചീര കറി തയ്യാറായിട്ടോ. ഇനി യമനി റൊട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്തിട്ട് വെക്കുക. ഇനി 1.5 കപ്പ് ചോറും 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തരികളൊന്നും കൂടാതെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 3 കപ്പ് മൈദയിലേക്ക് 1.5 കപ്പ് ചോറും 3/4 കപ്പ് വെള്ളവും, അതേപോലെ 3 കപ്പ് മൈദയിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ബാക്കി ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക. അതും 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം അരച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം അല്പം മൈദ ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 കപ്പ് മൈദ എടുത്തേക്ക് വെച്ചാൽ 1 കപ്പ് ചോറ്, 1/2 കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് മിക്സ് ആക്കുക. ഇനി കുഴച്ച് വെച്ച മാവിന്ന് പകുതി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പൊടി വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പരത്തിയതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, ഓയിലോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, വീണ്ടും പൊടിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇതേപോലെ. അപ്പോൾ ഞാനിത് മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യല് വെച്ചാൽ ഒരു തവണ തന്നെ 5-6 എണ്ണം ഒപ്പം പരത്തിയെടുക്കും കേട്ടോ മാവ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓയിലും പൊടിയൊക്കെ ഒപ്പം ഇട്ട് കൊടുക്കും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും പരത്തിയെടുത്ത് അപ്പോൾ ചുട്ടിട്ട് എടുക്കലാണ് കേട്ടോ. പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഓയിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പിന്നെ നനഞ്ഞൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ. അപ്പോൾ പാൻ നല്ല ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു സൈഡ് ചൂടായിട്ട് മറ്റേ ഭാഗം ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ ബബിൾസ് വരും. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓയിലാക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആക്കി കൊടുക്കരുത്, ഓയിൽ തന്നെ ആക്കി കൊടുക്കണം. അങ്ങനെ ആക്കി കൊടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓയിലാക്കിയ ശേഷം എന്തായാലും ആ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഓയിലാക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ ലെയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബബിൾസ് വന്നിട്ട് പൊങ്ങി കിട്ടണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പൊറാട്ടനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്കിതിന് തോന്നിയിട്ടുണ്ട്. ഏത് കറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നമുക്ക് വീട്ടിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കുന്നവരെന്ന് അഭിപ്രായം എന്തായാലും അറിയിക്കണം.
അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ യമനി റൊട്ടിയും അതേപോലെ പാലക് ചീര ചിക്കൻ കറിയും എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ യമനി റൊട്ടിയിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിന് എല്ലാവരും ചേർത്ത് കൊടുക്കുക കേട്ടോ.